ഹായ് എവരിവൺ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഫസ്റ്റ്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. വീഡിയോ പ്ലേ ആണ്. ഇങ്ങനത്തെ ഫ്രോഡുകൾ തട്ടിപ്പുകാരുടെ ഇടയിൽ നിങ്ങൾ ചെന്ന് ചാടാതിരിക്കുക. നിങ്ങളുടെ പൈസ പോവും. നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടി വരും ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയും നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും റഷ്യയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവി എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കൊരു 1.5 വർഷമായിട്ട് എനിക്ക് അവീനെ അറിയാം. ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. റഷ്യൻ എംബസിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗ്രാജുവേഷൻ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ PR കിട്ടി. ഇപ്പൊ ഇവിടെ റഷ്യയിൽ വർക്ക് ചെയ്യുന്നതാണ്. അവി അയച്ച വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. நான் ரஷ்யால ஏரோஸ்பேஸ் இன்ஜினியரிங் முடிச்சேன் பிரதர். 2 இயர்ஸ் மாஸ்டர்ஸ் பண்ணேன் ஏரோஸ்பேஸ் இன்ஜினியரிங். அது முடிச்சுட்டு அதுல ரெட் டிப்ளமோ வாங்கிட்டு அந்த ரெட் டிப்ளமோ வச்சு நான் என்னோட PR அப்ளை பண்ணேன். PR முடிச்சுட்டு நான் ஒர்க் பண்ணிட்டு இருக்கேன். റഷ്യയില ഏവിയേഷൻ ടെക്നീഷ്യനാ വർക്ക് பண்ணிட்டு இருக்கேன். ഇങ്ങനെ നിങ്ങൾ എന്താ പറയാ, സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് പഠിച്ച് ഇവിടെ നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ ഒരു പരിപാടിയും ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ അവിക്കൊരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്, റഷ്യൻ തമിഴൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവിൻ്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് അതിനകത്ത് കയറി ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാരെങ്കിലും ആണെങ്കിൽ അതിനകത്ത് കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ അവിക്ക് മെസ്സേജ് അയച്ച് അവിയുമായിട്ട് സംസാരിച്ച് കോളേജിന്റെ കാര്യങ്ങളും ഏതാ നല്ല കോളേജ് അതൊക്കെ അവി നമുക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതിനൊന്നും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടേക്ക് ഇത്രയും കാലമായിട്ട് പിള്ളേർ പഠിച്ച് ഇവിടെ വന്നു, കഷ്ടപ്പെട്ടു പഠിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്ത് നിൽക്കുന്നവരാണ്. ഈ ഇജാസിനെ പോലുള്ള ഉടായ്പകളാണ്. എനിക്ക് റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്, പൊക്കി കാണിച്ചുകൊണ്ട് വരിക, ഇത് കണ്ടോ, ഇവൻ തട്ടിപ്പുകാരനാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവന്റെ കൂട്ടത്തിൽ കൂടുതൽ അത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനൊരു പക്ക ഫ്രോഡ് ഏജന്റ് ആണെന്നുള്ളത്. പലർക്കും വിശ്വാസമായിട്ടില്ല. പക്ഷെ ഇവന്റെ സംസാരത്തിൽ ആരെയും വിശ്വസിപ്പിക്കാൻ കഴിവുള്ള രീതിയിലുള്ള സംസാരമാണ് അവൻ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പല ആൾക്കും ലോജിക്കായിട്ട് ഞാൻ എൻ്റെ ലോജിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലീഫ് ഇൻട്രസ്റ്റ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ, എൻ്റെ പേര് ഇജാസ്. ഇതിൽ ഇവൻ പറയുന്നുണ്ട്, ഇവൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണിത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വിവരമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. ഇവനൊരു പ്രൊമോഷൻ വീഡിയോ ആണത്. കാരണം അവി എന്ന് പറഞ്ഞവൻ, അവൻ്റെ പേര് പോലും ഇവന് കറക്റ്റായിട്ട് അറിയില്ല. അവൻ്റെ പേര് അരവിന്ദ് എന്നാണ്. അവനൊരു തമിഴനാണ്. എന്നെക്കാളും മുമ്പ് റഷ്യയിൽ വന്നവനാണ്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് ഇവിടെയുള്ള ഒരാളാണ്. പുള്ളി എനിക്കറിയാവുന്നവരാണ് ആണ്. കാരണം ഒരുപാട് തവണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അവന് ഈ ലാംഗ്വേജ് കോഴ്സ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് കോഴ്സിൽ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കാരണം ഇപ്പം പല യൂണിവേഴ്സിറ്റിയും ബ്ലാക്ക് ലിസ്റ്റിലായത് കാരണം ഇപ്പം അവന് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് കാരണം ഇവൻ ഈ ഒരു ജുബി എന്ന ഈ കള്ള ഫ്രോഡ് ഇവൻ ഈ അബിയായിട്ട് കോണ്ടാക്ട് ആയി. കാരണം വെച്ചാൽ ഇവന് 1.5 വർഷമായിട്ട് ഈ അബിനെ അറിയുന്നൊക്കെ അല്ലേ. അപ്പം ഇവന്റെ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിയായിട്ട് കോപ്പറേറ്റ് ആയിട്ട് ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് ബിസിനസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ പലരും ആൾക്കാരും ഈ തമിഴ് സംസാരിക്കുന്ന ഈ അരവിന്ദുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ആവും. അപ്പോൾ എന്താക്കും, അതിൽ നിന്ന് വലിയൊരു കമ്മീഷൻ. ഈ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കണം 30 ലക്ഷം 40 ലക്ഷം റുപ്യ ഒക്കെ വേണം, നല്ല എമൗണ്ട്. പക്ഷെ അവൻ അത്രയും വലിയ എമൗണ്ട് ഒക്കെ മുടക്കിയിട്ട് തന്നെയാണ് അത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൻ പല ആൾക്കാർക്കും ഇത് പഠിക്കണം താല്പര്യം എന്നുള്ള രീതിയിൽ ഈ അവിന്റെ അവന്റെ ഡിസ്ക്രിപ്ഷനിൽ അവിന്റെ യൂട്യൂബ് ചാനലിലെ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ അപ്പോൾ ഈ അരവിന്ദുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ആകുന്ന സമയത്ത് അവരായിട്ട് വലിയൊരു ഡീലാവും. അപ്പോൾ വലിയൊരു എമൗണ്ട് നിങ്ങൾ അരവിന്ദിന് കൊടുക്കും. അതിൽ നിന്നുള്ള വലിയൊരു കമ്മീഷൻ ഈ കള്ള ഫ്രോഡ് ജുബി എന്ന് പറഞ്ഞവന് കിട്ടും. അതുകൊണ്ടാണ് അവനൊരു ഏജന്റ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചത്. ഇത് നിങ്ങൾക്ക് ഇവൻ ഒരുപാട് എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുക, ലിങ്ക് കൊണ്ടിടുക. ഇനി അതൊന്നും അവന് ചെയ്യാൻ പറ്റില്ല. അവനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അവന് ഓൾറെഡി മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി അവന് ലിങ്കോ കാര്യങ്ങളോ ഒന്നും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കൊണ്ടുവിടാൻ പറ്റില്ല. അതുപോലെ തന്നെ അവന് മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റോ കാര്യങ്ങളും അവന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് തെളിയിച്ചു തന്നു. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ എവിഡൻസ് അവന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തന്നു.
രണ്ടാമത്തെ അവൻ പറയുന്നു, മറ്റൊരു വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്, ഇജാസ് വളരെ ഉഡായിപ്പാണ്, ഫ്രോഡാണ്. ഞാൻ ഈ സ്റ്റുഡൻറ് വിസ എന്ന് പറഞ്ഞിട്ട് ഒരാളെയെങ്കിലും നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ സ്റ്റുഡൻറ് വിസയിൽ കൊണ്ടുവന്ന ഒരാളെയെങ്കിലും റഷ്യയിൽ നിനക്ക് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ നിന്നോട് ഞാൻ യൂട്യൂബിൽ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റുഡൻറ് വിസയിൽ കൊണ്ടുവന്ന ഒരാളെന്ന് ഉണ്ടെങ്കിൽ, ഇവൻ പറയുന്നുണ്ട് ഞാൻ സ്റ്റുഡൻറ് വിസയിൽ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരാളെ സ്റ്റുഡൻറ് വിസയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് കാണിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നീ പറയുന്ന എന്ത് ജോലിയും ഞാൻ എടുക്കും. അതുപോലെ തന്നെ നീ പറയുന്ന എത്ര വലിയ എമൗണ്ട് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ്. അത് ഒരാളെ എനിക്ക് നീ കാണിച്ചു തരണം. കാരണം ഞാൻ വഴി വന്ന ഒരു സ്റ്റുഡൻറ്റിനെ നീ എനിക്ക് കാണിച്ചു തരണം. കാരണം സ്റ്റുഡൻറ് വിസ ബ്ലാക്ക് ലിസ്റ്റിലായതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു സ്റ്റുഡൻസിനെയും ഇതുവരെ റഷ്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, പല യൂണിവേഴ്സിറ്റികളും ബ്ലാക്ക് ലിസ്റ്റിലായതുകൊണ്ട്. പിന്നെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രിപ്പറേറ്ററി കോഴ്സ് അതുപോലെ ലാംഗ്വേജ് കോഴ്സൊക്കെ ഉള്ള നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ളൂ. പിന്നെ അവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ബാക്കി എന്താണ് അവൻ പറയുന്നത് എന്നുള്ളത്. നമുക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ നമുക്ക് അവനുള്ള ആൻസർ കൊടുക്കാം. പൊക്കി കാണിച്ചുകൊണ്ട് വരിക. ഇത് കണ്ടോ, ഇവൻ തട്ടിപ്പുകാരനാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവന്റെ കൂട്ടത്തിൽ കൂടി, അതുപോലെ ഇവന്റെ കൂട്ടത്തിൽ കൂടി നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളും ഇവന്റെ ഈ ക്രൈമിന്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറുകിട പരിപാടിയും കാര്യങ്ങളും ഒന്നുമല്ല. നിങ്ങൾ ഒരാളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുകിട പരിപാടി അല്ലെന്ന് ഇവന് തന്നെ അറിയാം. ചെറുകിട പരിപാടിയല്ല. നമ്മൾ ഒരാളെയും കൊണ്ടുവന്നിട്ട് സ്ട്രീറ്റിലാക്കി പുറത്താക്കി, ഞാൻ പുറത്ത്, അതായത് തണുപ്പത്ത്, ഈ തണുത്ത് ഉള്ള സ്ഥലം, ഒരു മലയാളി എന്നെ വെറുതെ വിടോ? ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രീറ്റിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മലയാളികൾ എന്നെ വെറുതെ വിടോ? അവന്മാർ എനിക്കെതിരെ പ്രതികരിക്കില്ലേ? ഞാൻ സ്ട്രീറ്റിൽ ഒരു ദിവസം റൂമും ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാതെ അവരെ പുറത്ത് റഷ്യൻ്റെ തെരുവുകളിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മലയാളികൾ എനിക്കെതിരെ, ഇവൻ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും എനിക്കെതിരെ, ഇവന്റെ ശിങ്കടികളല്ലാതെ വേറെ ആരെങ്കിലും ഇവന് എനിക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവൻ വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടും അത് ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് അത് വരുത്തി തീർക്കുക. അത് എൻ്റെ ഞാൻ തെളിവിൽ നിന്നുള്ള രീതിയിൽ ഞാനൊരു റഷ്യൻ സിറ്റിസൺ ആണെന്ന് നിനക്ക് ഉണ്ടെങ്കിൽ നിനക്കുള്ള സാധനം നീ എടുത്ത് കാണിക്കും. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല? നീ ഫ്രോഡ് എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ ഇവനായിട്ടുള്ള ഒരു പ്രശ്നം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇവൻ്റെ ഒരു 18ഓളം ക്ലയൻറ്റ് എന്നെ വിളിച്ചു ഒരു 1-2 വർഷം മുമ്പ്. ഇവനെ കുറേ കാലമായിട്ട് എനിക്കറിയാം. കാരണം ഇവൻ ഈ ഒരു ഏജന്റ് പരിപാടി അന്ന് മുതൽ ഇവൻ ചെയ്യുന്നുണ്ട്. 2-2.5 വർഷം മുമ്പാണ് വിളിച്ചത്. എനിക്ക് കറക്റ്റ് ഒരു എക്സാക്ട് മാസം ഓർമ്മയില്ല. ഒരു 2-2 വർഷം മുമ്പ് ഇവൻ്റെ ഒരു 18ഓളം ക്ലയൻറ്റ്, അതിൽ ഈ 18ഓളം ക്ലയൻറ്റിൽ ഒരാൾ എന്നെ വിളിച്ചു. എൻ്റെ യൂട്യൂബ് ചാനൽ, എനിക്ക് എൻ്റെ മുമ്പേ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വിളിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ജുബി എന്ന ആളെ എനിക്ക് അറിയുമെന്ന് ചോദിച്ചു. എനിക്ക് അപ്പോൾ ആ സമയത്തൊന്നും ഈ ജുബി എന്ന ആളെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ബ്രോ. അപ്പം പറഞ്ഞു ഈ ജുബി എന്ന ആള് എനിക്ക് വർക്ക് വിസ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓസോൺ എന്ന കമ്പനിയിലേക്കാണ്. അപ്പം എനിക്ക് ആ സമയം മുതൽ എനിക്ക് ഓസോണിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവിടെ നല്ല ഹാർഡ് കട്ടിപ്പണിയാണ്, നല്ല ഹാർഡ് വർക്കാണ്. അതുപോലെ തന്നെ നമ്മളെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടന്നു കഴിഞ്ഞാൽ കാലിൽ നീര് വെക്കും. അത്രയും നമ്മൾക്ക് പിന്നെ ഒരു ദിവസം പണിയെടുത്താൽ പിന്നെ 2 ദിവസം പണിയെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. അത്രയും കട്ടിപ്പണിയാന്നുള്ളത് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും അത് വിശ്വാസമായിട്ടില്ല. എന്നിട്ട് ഇവർ ഗ്രൂപ്പ് കോൾ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇത് ഞാൻ 2-3 ആൾക്കാർക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തു. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവം, ഇത് നിങ്ങൾ ട്രാപ്പാണ്. അപ്പം പറഞ്ഞു അവർ എനിക്ക് വർക്ക് വിസയാണ് എടുത്തു തരാമെന്ന് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഈ വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് കോൺട്രാക്റ്റോ ഇൻവിറ്റേഷനോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ആ വർക്ക് വിസന്റെ അടിയിൽ ടൂറിസം എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ടൂറിസം വിസയിൽ വന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജൂബി പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല, അങ്ങനൊരു സംഭവം റഷ്യയിലില്ല. ഒരിക്കലും നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ കാരണം അവർക്ക് കൺവിൻസ് ആയി കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പിള്ളേർ ഫുള്ള് അവന് കൊടുത്ത എല്ലാ ഡോക്യുമെന്റും തിരിച്ചു വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇതിലേതോ ഒരു പയ്യൻ ഈ ജുബിനെ വിളിച്ചു പറഞ്ഞു. ജുബി ചോദിച്ചു, എന്താ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്താണ് തിരിച്ചു വാങ്ങുന്നു ചോദിച്ചു. അപ്പോൾ ഇജാസ് എന്ന് പറഞ്ഞ ഒരാളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ അവൻ ചതിച്ചതാണ്. ഇജാസ് എന്ന് പറഞ്ഞ ഒരാളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ ഇജാസിനോട് ചോദിച്ചു. അപ്പോൾ ഇജാസ് കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് ഇനി നിങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിള്ളേർ മുഴുവൻ ഡോക്യുമെന്റും അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചു. ആ ഒരു ദേഷ്യം അവന് എന്നോടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവൻ വേറൊരു 4 പേരുടെ അടുത്തുനിന്ന് വേറെ ഡോക്യുമെന്റ് വാങ്ങിച്ചു. അതായത് അവരോട് അവൻ പറഞ്ഞിട്ടുള്ളത്
റഷ്യയിൽ ഹൗസ് സർവൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പ്രായമായിട്ടുള്ള ആളുകളെ, പ്രായമായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ നോക്കുക എന്നുള്ള ഒരു ജോലി. ഞാൻ എന്നിട്ട് എന്നെ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ജാസ് ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ വിളിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതായത് റഷ്യയിൽ ഹൗസ് സർവൻ്റ് ആയിട്ട് ജോലിയുണ്ട്, അവൻ 6.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കാർ ഡ്രൈവർ ലൈസൻസ് ഉണ്ടാവണം, കാർ ഡ്രൈവറായിട്ട് അവരെല്ലായിടത്തും കൊണ്ടുപോകണം. അപ്പോൾ അവൻ പറഞ്ഞ എൻ്റെ അടുത്ത് കാർ ഡ്രൈവർ ലൈസൻസ് ഒക്കെ ഉണ്ട്, ജാസ് ബ്രോ അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഹൗസ് ഡ്രൈവർ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഹൗസ് സർവൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ റഷ്യൻ ലാംഗ്വേജ് അറിയാത്ത ഒരാളെ റഷ്യൻ ഗവൺമെന്റ് ഒരിക്കലും ഹൗസ് സർവൻ്റ് ആയിട്ട് എടുക്കത്തില്ല. കാരണം ഇവിടുത്തെ ആളുകളെ മാത്രമേ എടുക്കത്തുള്ളൂ. അതിന് ശമ്പളം വരുന്നത് 35,000 മുതൽ ഒരു 40,000 വരെയാണ്. INR എന്നുള്ള രീതിയിൽ റൂബിളും INR ഓൾമോസ്റ്റ് സെയിം ആണ്. 35 to 40 ശമ്പളം വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ അത്രയും ചെറിയ ശമ്പളത്തിലാണ് നിങ്ങൾ ഹൗസ് സർവൻ്റ് ആയിട്ട്. അപ്പം പറഞ്ഞാൽ എങ്ങനെയുള്ള വിസയാണ് നിങ്ങൾക്ക് തരാം. അതുപോലെ അതും ടൂറിസ്റ്റ് വിസയാണ്. ടൂറിസ്റ്റ് വിസയിലേക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ആ ഒരു തട്ടിപ്പ് നടത്താൻ നോക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ നിങ്ങൾ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വരാതിരിക്കുക, ശ്രദ്ധിക്കുക, ഇത് പക്ക ഫ്രോഡാണ്. അപ്പോൾ അവൻ എൻ്റെ ഓരോ വീഡിയോ കണ്ടിട്ട് അവൻ ചിരിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്, എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തരണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവും. ഇപ്പോൾ ഇവൻ്റെ തട്ടിപ്പുകൾ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു എനിക്ക് കുറച്ച് ദിവസം മുമ്പേ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അവനിപ്പോൾ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ്റെ ഓരോ വീഡിയോ എനിക്കെതിരെ അവനെ ഒരു ചാവാളി പട്ടി എന്നൊക്കെ പറയും. അതായത് ഞാൻ എന്താ കണ്ടന്റ് ഇടുന്നത് അതിന് എതിരായിട്ട് ഒരു കണ്ടന്റ് ഇടും. അപ്പോൾ കാരണം അവന് വേറൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ കണ്ടന്റിനെതിരെ അവൻ വേറൊരു കണ്ടന്റ് ഇട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് പോവാണ്. അങ്ങനെയുള്ള ഒരു കള്ള ഫ്രോഡാണ് ഈ ജുബി എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ പല ആൾക്കാരുടെ അടുത്ത് എൻ്റെ പല വീഡിയോയിലും പറഞ്ഞു ഇവൻ ഫ്രോഡാണെന്ന്. അതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം. പല ആൾക്കാരെയും ജയിലിൽ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ. പല ആൾക്കാരും വിശ്വസിച്ചില്ല. പക്ഷെ അതുപോലെ തന്നെ പല ആൾക്കാരും പിടിച്ചതിന് ശേഷം എന്നെ വിളിച്ച് ഒരുപാട് ക്ഷമാപണം ചെയ്യുന്ന വീഡിയോ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ അയച്ചുതരാം. പിന്നെ ഈ ജുബി എന്ന് പറഞ്ഞവൻ ഒരുപാട് തെറികൾ എന്നെ വിളിക്കുന്നുണ്ട്. ഇവനൊരു മാന്യമായിട്ടുള്ള ഒരു ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെ തെറി വിളിക്കത്തില്ല. അപ്പോൾ മാന്യമായിട്ട് എൻ്റെ അടുത്ത് പറയാം, എടാ ഇജാസ നീ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നത് നോർമൽ വർക്ക് വിസ അല്ല, നീ അത് നിർത്തി വെക്കുക. പക്ഷെ അവൻ അങ്ങനെയല്ല ചെയ്തത്. എന്നെ വളരെ മോശമായി, എൻ്റെ ഫാമിലിനെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള തെറികളാണ് അവൻ എന്നെ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവന്റെ വാക്കുകളിൽ ആരും വിശ്വസിച്ചു പോകും. അങ്ങനെയാണ് അവൻ ആളുകളെ കൺവിൻസ് ചെയ്യുന്നത്. പിന്നെ ഇവൻ പറയുന്നുണ്ട്, ആ തെറികൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേൾപ്പിച്ചുതരാം അവൻ വിളിക്കുന്ന തെറികൾ എന്താണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവനൊരു പെണ്ണിന്റെയും ആണിന്റെയും ശബ്ദത്തിലല്ല. അവനൊരു ആണോ പെണ്ണോ എന്ന് പോലും എനിക്കിപ്പോൾ ഒരു സംശയമാണ്. കാരണം വെച്ചാൽ ഷിഗണ്ടിയാന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ഗെയ് അല്ലെങ്കിൽ ഷിഗണ്ടി അല്ലെങ്കിൽ ലെസ്ബിയൻ. പക്ഷെ അവര് ഇവനേക്കാളും സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ്. അത്രയും ഒരു പെണ്ണിന്റെ ശബ്ദത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പിൽ അവന്റെ ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം എന്താണെന്നുള്ളത്. പിന്നെ ഇവൻ ഇത്രയും വലിയ ഈ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത് ഞാനിവിടെ ഇതിനുള്ള കറക്റ്റുള്ള ആൻസർ ആളുകൾക്ക് കൊടുക്കുന്നത് ഇവൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അവൻ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ വീഡിയോ എനിക്കെതിരെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇവന്റെ ലിങ്ക് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇനി പറയേണ്ട ആവശ്യമില്ല. ഇനി അതൊന്നും ഇനി അവന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ ഓരോ രീതിയിലും അവൻ അത് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൺവിൻസ് ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഒരു തെളിവ് ഓൾറെഡി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു. അവൻ ഏജന്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഇനി അവൻ തെറി വിളിക്കുന്നതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. റഷ്യനൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കാനായിട്ട് കൈക്കാരന്മാര് മറ്റേ വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും എല്ലാ മൈരന്മാരെയും പൂട്ടും തായോളി. നീ എന്നാടാ മൈര വിചാരിച്ചിരിക്കുന്നത്? ഇവിടെയുള്ള മലയാളം നിന്റെ അണ്ടി കുറപ്പുണ്ടോ പൂട്ടാൻ പൂട്ടായിരിക്കും. എന്റെ കണ്ട ഫ്രൂട്ടിന് വാങ്ങണടാ പൂടി വീട് എത്തോടാ വിജാസടാ പൂറി മോനെ എടാ ഫലം എന്തൊക്കെ തായോളി വീട് വിടറടാ നാളെ എപ്പോഴും നിന്നെ ഊക്കും, നിന്റെ വായിലും വരെ നിന്റെ പെണ്ണും പിള്ളേനെ ഊക്കും, എല്ലാരും ഊക്കും. മൈര വീഡിയോ ഇടുവോ നാളെ? നിനക്ക് ഊക്കാൻ നിന്റെ അണ്ടി കുറപ്പുണ്ടോ? അപ്പോ അവൻ ഒരു പക്ക ഫ്രോഡാന്നുള്ളത് ബുദ്ധി വിവരമുള്ള ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ അവൻ പറയുന്നുണ്ട് ഈ 3 year വിസ ഒരു പ്രോപ്പർ വിസ അല്ല എന്നുള്ളത്. ഇതൊരു പ്രോപ്പർ വിസ അല്ല എന്നുണ്ടെങ്കിൽ റഷ്യൻ ഗവൺമെന്റ് ഒരിക്കലും അങ്ങനെ ഒരു വിസ അടിച്ചു കൊടുക്കത്തില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവരെ എയർപോർട്ടിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് വിടും.
ഞാൻ ഇപ്പം ഇത് ഈ വിസ അടിച്ച് കൊടുക്കുന്നതും കോൺട്രാക്ട് കൊടുക്കുന്നതും ഇൻവിറ്റേഷൻ കൊടുക്കുന്നതും ഒന്നും ഞാനല്ല, ഇത് റഷ്യൻ ഫെഡറേഷനാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ എത്രയോ പേര് റഷ്യയിൽ ഈ 3 ഇയർ വിസയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഒരുപാട് ആൾക്കാരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഇയർ വിസയിൽ വന്നിട്ട് പല 3 ഇയർ വിസയിൽ വന്നിട്ട് മരിച്ചുപോയ ആൾക്കാരുണ്ട്. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. കാരണം എന്താ, നമ്മളത് പ്രോപ്പർ വിസ ആയത് കാരണമാണ് ഒരു പ്രശ്നം കാര്യങ്ങൾ വരാത്തത്. കാരണം ഇവർക്കുള്ള ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, അത് അവർ നോക്കിക്കോളും അതിന്റെ കാര്യങ്ങളൊക്കെ. മൈഗ്രേഷൻ വേറൊരു ഇവൻ പറയുന്നത് മെയിനായിട്ട് ആളുകളെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പറയുന്നത് വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ റഷ്യൻ ഗവൺമെന്റ് ഈ വിസ കൊടുക്കുന്ന ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ ഡയറക്റ്റ് ഇടപെട്ട് അതിൽ ആ വിഷയം സോൾവ് ചെയ്യും. അങ്ങനെയൊന്നും ആരും പിടിച്ച് പുറത്താക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം റഷ്യയിലേക്ക് ലേബേഴ്സിനെ വേണം, അതായത് ജോലി ചെയ്യാനുള്ള ആളുകളെ വേണം. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും പിടിച്ച് പുറത്താക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും വിഷയം വരാണെങ്കിൽ അത് റഷ്യൻ എന്തായാലും ഒരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം മെയിനായിട്ട് ഈ രജിസ്ട്രേഷൻ മൈഗ്രേഷൻ ചോദിക്കുന്നത് ഇത് ഒന്നാമത് കമ്പനീന്റെ പെർമിഷനോട് കൂടിയാണ് ഈ ആളുകൾ പുറത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ കമ്പനി പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ഓപ്പൺ വിസ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് കമ്പനീന്റെ പെർമിഷനോട് കൂടിയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതായത് ഗവൺമെന്റിലേക്കുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഇത് വേറെ രീതിയിൽ പോകുന്നുണ്ട്. അതായത് ഈ ഒരു റഷ്യൻ വിസ തരുന്ന ആളുകൾ തന്നെ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊരു ഈ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്നും ഒരുപാട് തവണ വിളിച്ചു, റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് ലീഗലായിട്ട് ഇറങ്ങി നടക്കാം, ആരും പേടിക്കണ്ട. പക്ഷെ അവരുടെ കയ്യിൽ രജിസ്ട്രേഷനും അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള റഷ്യൻ വിസ സ്റ്റാമ്പ് ചെയ്തതിന്റെ കോപ്പിയും എപ്പോഴും അവരെ കയ്യിൽ വെക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമ്പനിയിൽ നിന്നൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ആളുകൾ നോക്കിക്കോളും. അതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട, നിനക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ കാരണം നീ വെറും ഒരു പുഴു മാത്രമാണ് എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല. നിന്റെ വാക്കുകൾ എല്ലാവരും വിശ്വസിക്കുകയാണ്. കാരണം നമുക്ക് അങ്ങനെ തട്ടിപ്പിലൂടെയോ വെട്ടിപ്പിലൂടെയോ നിന്നെ പോലെ ചിരിച്ചിട്ട് അങ്ങനെ ഇൻസൾട്ട് ആക്കിയിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല ആരെയും. പിന്നെ അവൻ എന്നോട് ഇൻസൾട്ടാക്കി സംസാരിക്കുന്നുണ്ട്. അതായത് അവൻ പറയുന്നുണ്ട്, അതായത് ഫിഷ് മാർക്കറ്റിൽ അത് ബിസിനസ്സാണ്, പിന്നെ എന്താ പറയുക ബേക്കറിയിൽ അത് ബിസിനസ്സാണ്, പോലീസ് അത് ബിസിനസ് അല്ല, അതെങ്ങനെ ബിസിനസ് ആകുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണ്, എന്നെ കളിയാക്കിയിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട്. പിന്നെ ഇതൊക്കെ പല ടീച്ചേഴ്സ് അത് ബിസിനസ്, പോലീസിലൊക്കെ ബിസിനസ് നടക്കുന്നുണ്ട്. ഒരുപാട് തട്ടിപ്പ് ഉടായ്പ പോലീസന്മാരുണ്ട്. അതിൽ വളരെ റയറായിട്ടോ നല്ല പോലീസന്മാരുള്ളൂ. വളരെ ഭൂരിഭാഗം പോലീസന്മാരും നമ്മുടെ കേരളത്തിലെ തട്ടിപ്പ് ഉടായ്പിന്റെ പക്ക ഫ്രോഡുകളാണ്. അത് ഞാൻ എടുത്തു പറയാണ്. ഫ്രോഡ് പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ വളരെ റയറായിട്ടുള്ള നല്ല പോലീസ്, എന്റെ കൂടെ പഠിച്ച പിള്ളേർ പോലും പോലീസിലുണ്ട്, പല വലിയ സെക്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, നല്ല പിള്ളേരാണ്. അതായത് നീതിക്ക് വേണ്ടി മാത്രം പോരാടുന്ന പോലീസുകാരുണ്ട്. പക്ഷെ കൈക്കൂലി വാങ്ങുന്നത് അതൊരു ബിസിനസ്സാണ്. പല ആൾക്കാരിൽ നിന്നും കൈക്കൂലിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് അത് ഇവൻ ഈ മണ്ടൻ അറിയുന്നില്ലല്ലോ. അതൊരു ബിസിനസ് അല്ലേ കൈക്കൂലി വാങ്ങുന്നത്. അവന്റെ ജോലി ചെയ്യുന്നില്ല. പല ആൾക്കാരും കൈക്കൂലി വാങ്ങുക, ആളുകളെ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ഉള്ളിലിടുക, അവൻ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൂടെ നിൽക്കുക. അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് ഉടായ്പ പോലീസുകാരും നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ കാരണം ശല്യം സഹിക്കാൻ വയ്യാതെ ആളുകൾ കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇവൻ ഇങ്ങനെയുള്ള ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടതിന് പകരമായിട്ട് അവൻ വേറൊരു വീഡിയോ ഇടും ഇങ്ങനെയൊക്കെ. കാരണം ഇവൻ എൻ്റെ ഒരു ചാവാലി പട്ടിയാണ്, ഇവൻ ഒരു പക്ക ഫ്രോഡാണ്, ഉടായിപ്പാണ്. കാരണം ഇവന് ഒരു കണ്ടന്റ് കിട്ടുന്നില്ല. അപ്പൊ അവന് എന്റെ കണ്ടന്റ് വെച്ചിട്ട് എന്റെ കണ്ടന്റിനെതിരായിട്ട് വേറെ രീതിയിൽ കമന്റ് ഇടും, വീഡിയോ ഇടും. അപ്പൊ ഇവന് ലിങ്കോ കാര്യങ്ങളൊന്നും എന്റെ യൂട്യൂബിന്റെ ചാനലിൽ കൊണ്ട് ഇടാൻ പറ്റില്ല. അതിനുള്ള പണി ഞാൻ ഓൾറെഡി അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവന്റെ ചാനൽ എങ്ങനെയെങ്കിലും പൂട്ടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എന്റെ ഒബ്ജക്റ്റ്. കാരണം ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവൻ പല കാര്യങ്ങളും പറഞ്ഞ്. 3 വർഷമായിട്ട് റഷ്യയിൽ വർക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാതെ നാട്ടിൽ പോയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. 3 വർഷത്തിലുള്ള വിസയിൽ വന്നിട്ട് മരിച്ചു പോയ ആൾക്കാരുണ്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവിടെ വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ ജുബി എന്നവന് ഇത്രയും കഴപ്പ്? അവൻ എന്താണ്? അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് കിട്ടുന്നില്ല. കാരണം അവനെ വിശ്വസിക്കാൻ ആളുകളില്ല. കാരണം അവന്റെ ബിസിനസ് തകരുകയാണ്. അവൻ എങ്ങനെ ഒരു വർക്ക് വിസ ചെയ്യുക എന്നുള്ളത് അവൻ അറിയുന്നില്ല. എന്താണ് പ്രോപ്പർ വർക്ക് വിസ, എന്താണ് ദ ഗവൂർ, എന്താണ് ദ കോൺട്രാക്ട്, എന്താണ് സബ്മിഷൻ, എന്താണ് പിസ്മോ, എന്താണ് പ്രഗ്ലഷേനിയ, ഒന്നും അവൻ ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ബേസിക് നോളജും ഇല്ലാത്ത
ഇവനെ പോലുള്ള പക്ക ഫ്രോഡുകളെ വീഡിയോ നിങ്ങൾ കണ്ട് വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ ആളുകളെ വിശ്വസിപ്പിക്കാൻ അഗ്രഗണ്യനാണ്. അത്രയും രീതിയിൽ ഏത് അറ്റം വരെയും അവൻ എന്നെ കുടുക്കാൻ ശ്രമിക്കുക, അത്രയും എന്നെ ഇവിടെ കുടുക്കുമെന്നാണ് അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അവൻ വെല്ലുവിളിച്ചോട്ടെ. ഞാൻ ഇവിടെ വന്നതും റഷ്യയിൽ വന്നതും നീയോ നിന്റെ വീട്ടിലുള്ള നിന്റെ ഫാദറോ ഒന്നുമല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് റഷ്യൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെതിരെ എനിക്ക് മുമ്പോട്ട് പോകാൻ എന്നുള്ളത്, ഞാൻ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ദൈവം എൻ്റെ കൂടെയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, നിന്നെ ഒന്നും എനിക്കൊന്നുമല്ല, നീ ഒരു പുഴു മാത്രമാണ്. ഞാൻ ആ ദൈവത്തിൽ മാത്രം വിശ്വസിക്കും. ആ ദൈവം ഉള്ളിടത്തോളം കാലം നീയല്ല, നിന്നേക്കാളും വിചാരിച്ച് ഏറ്റവും വലിയ കൊലകൊമ്പം വന്നു കഴിഞ്ഞാലും ഒരു ചുക്ക് ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്നും കൂടി വെല്ലുവിളിക്കുകയാണ്. ഞാൻ 1 കോടി പറ്റിച്ചു എന്നുള്ളത് നീ ഇത് എനിക്ക് തെളിയിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ സ്ട്രീറ്റിൽ ആളുകളെ കൊണ്ടുപോയി ഇട്ടിരുന്നുള്ളത് നീ അത് എനിക്ക് തെളിയിച്ചു തരണം. അതുപോലെ തന്നെ നിന്റെ ശിങ്കടികളല്ലാതെ അതിന്റെ പ്രൂഫ് അടക്കം എനിക്ക് വേണം. ഞാൻ അവന് വിസ എടുത്തു കൊടുത്ത എല്ലാ പ്രൂഫും നീ എനിക്ക് തെളിയിച്ചു തരണം. ഞാൻ സ്ട്രീറ്റിൽ ആളുകളെ കൊണ്ടുപോയി ഇട്ടത്, അതുപോലെ തന്നെ 1 കോടി പറ്റിച്ചു എന്നുള്ള നീ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ള തെളിവുകൾ, പിന്നെ ഈ വിസ ഇല്ലീഗൽ വിസയാണെന്നുള്ളതും നീ അതൊക്കെ തെളിയിച്ചു തരേണ്ട നിന്റെ കടമയാണ്. അതുകൊണ്ട് നീ അത് തെളിയിക്കാൻ അടുത്ത വീഡിയോയിലൂടെ നിനക്ക് തെളിയിക്കാൻ പറ്റുന്നത് നീ തെളിയിക്ക്. നീ ഒരു പക്ക ഫ്രോഡാന്നുള്ളത് വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.